എന്താണ് പ്രൊപ്പഗണ്ട എന്ന വാക്കിന്റെ അർത്ഥം? ഇടക്കിടയ്ക്ക് ഈ സംഭവം ഇങ്ങനെ ട്രെൻഡിങ് ആകാറുണ്ട്. ഈ മാസം 19-ാം തീയതി ദുരന്തർ പാർട്ട് 2 ദ റിവഞ്ച് എന്ന് പറയുന്ന സിനിമ റിലീസാകുമ്പോൾ ഇന്ത്യ മുഴുവൻ അന്ന് ട്രെൻഡിങ് ആകാൻ പോകുന്ന വാക്കും പ്രൊപ്പഗണ്ട എന്ന വാക്കായിരിക്കും. ഇതിന്റെ മലയാള അർത്ഥം ഇത്രയേ ഉള്ളൂ: പ്രചരണം ഓർ പ്രചാരണം. ഇനി നെഗറ്റീവ് പ്രൊപ്പഗണ്ടയാണെങ്കിൽ കുപ്രചാരണം. ഇതാണ് അതിന്റെ അർത്ഥം. ഒരു പ്രത്യേക ആശയത്തെയോ രാഷ്ട്രീയ താല്പര്യങ്ങളെയോ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ചില വിവരങ്ങൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതിനാണ് പ്രചാരണം എന്ന് പറയുന്നത്, പ്രൊപ്പഗണ്ട എന്ന് പറയുന്നത്. അതിൽ കൂടുതലും കള്ളത്തരമോ നുണകളോ രണ്ടും ഒന്നാണല്ലോ, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില വസ്തുതകളും ഉണ്ടാകും. അതാണ് പ്രൊപ്പഗണ്ട. ഇനി ഒരു സിനിമ പ്രൊപ്പഗണ്ടയാണ്, അല്ലെങ്കിൽ ഇതൊരു പ്രൊപ്പഗണ്ട സിനിമയാണ്, ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രൊപ്പഗണ്ടയാണ്, ഇത് കാണരുത്, ഇതിനെ ബഹിഷ്കരിക്കണം എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണ്? അവിടെയും ഒളിഞ്ഞിരിക്കുന്ന സംഭവം ഇത് തന്നെയുള്ളൂ. ഒരു രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി, ഒരു മതത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി, അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി സിനിമ എന്ന് പറയുന്ന ഒരു മീഡിയത്തിനെ അവർ യൂസ് ചെയ്യുന്നു. അവരുടെ കഥ സിനിമയാക്കുന്നു, ജനങ്ങളിലേക്ക് ഇങ്ങനെ തിയേറ്ററിലേക്ക് ഇറക്കി വിടുന്നു, നമ്മൾ പോയി കാണുന്നു. അതാണ് സിനിമയിലുള്ള പ്രൊപ്പഗണ്ട. ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും കുറേ സിനിമകൾ നിങ്ങളുടെ ഇങ്ങനെ മനസ്സിലൂടെ ഇങ്ങനെ മിന്നി മിന്നി മാഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അതെന്തൊക്കെയാണെന്ന് എനിക്കറിയാം. ദി കേരള സ്റ്റോറി പാർട്ട് 1, കേരള സ്റ്റോറി പാർട്ട് 2, ബംഗാൾ ഫയൽസ്, കാശ്മീർ ഫയൽസ്, ആർട്ടിക്കിൾ 370, ഉറി ദി സർജിക്കൽ സ്ട്രൈക്ക്, ദുരന്തർ പാർട്ട് 1, ദുരന്തർ പാർട്ട് 2 ദ റിവഞ്ച്, അതുവരെ പോയി നിൽക്കും. ഇതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നിങ്ങൾ ദുരന്തർ പാർട്ട് 1 മാത്രം ഇവിടെ നിർത്തി നമുക്ക് അതൊന്ന് ചർച്ച ചെയ്താല. അതിനകത്ത് എന്താണ് സത്യം, എന്താണ് കള്ളം? ഇങ്ങനൊരു സിനിമ എടുക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ ആർക്കാടെ ഇത്ര കുഴപ്പം, ആർക്കായി ഇത്ര പൊള്ളുന്നത്? പാകിസ്ഥാനി ആരുടെ അളിയന്മാരാണ്? സോ ഒന്ന് പോയാലോ? ഹലോ സിനിഫയൽസ്, വെൽക്കം ടു ടച്ച് മൈ ലൈഫ്. 1350 കോടി, എത്ര? 1350 കോടി വേൾഡ് വൈഡ് നേടിയ ഒരു വൻ കൊമേഴ്ഷ്യൽ സക്സസ് നേടിയ ദുരന്തർ എന്ന് പറയുന്ന സിനിമ ആ രീതിയിലല്ല ഇന്ത്യയിൽ ചർച്ചാ വിഷയമായത്. റിലീസായ അന്നു മുതൽ ഇന്ന് വരെ അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു വരുന്ന കാര്യങ്ങൾ മൊത്തം വേറെ രീതിയിലാണ്. ഇന്നും ചർച്ചകൾ ഇങ്ങനെ കൊഴുത്തുകൊണ്ടിരിക്കുകയാണ്. അടുപ്പ് കൂട്ടി പലരും ഇരിക്കുന്നുണ്ട്. ദുരന്തർ 2 റിലീസാകുമ്പോൾ അത് കൂടുതലായിട്ട് നമുക്ക് കാണാം. അവർ കൊഴുപ്പിക്കട്ടെ, അതങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കട്ടെ. പക്ഷേ ഈ സിനിമ ഇതെന്താണ്? ബേസ്ഡ് ഓൺ ട്രൂ ഇൻക്രെഡിബിൾ ഇവൻറ്റ്സ് എന്നാണ് ഈ സിനിമയിൽ എഴുതി കാണിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ സിനിമയുടെ ഡയറക്ടറും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ആദിത്യ ധാറിൻ്റെ ഇതിന് മുമ്പിലുള്ള സിനിമയും ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ് എന്ന് പറയുന്ന ടാഗ് ലൈനോട് കൂടി തന്നെയാണ് റിലീസായത്. ആ സിനിമയുടെ പേര് ഉറി ദി സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന സിനിമയാണ്. അത് 2019 എന്തോ ആണ് റിലീസാകുന്നത്. ആ സിനിമ 50 കോടിക്ക് താഴെ ബഡ്ജറ്റിൽ ഇറക്കിയിട്ട് 350 കോടി വേൾഡ് വൈഡ് കളക്ട് ചെയ്ത് വൻ കൊമേഴ്ഷ്യൽ സക്സസ് ആയിരുന്നു. കിടിലം പടമാണ്, നാഷണൽ അവാർഡൊക്കെ കിട്ടിയതാണ്. ആ സിനിമയും ഒരു പ്രൊപ്പഗണ്ട സിനിമ എന്ന് പറയുന്ന പരാമർശം കേട്ട, അല്ലെങ്കിൽ വിവാദത്തിൽ ഉൾപ്പെട്ട ഒരു സിനിമയാണെന്ന് കൂടി ഓർക്കണം. അത് ഡയറക്റ്റ് ചെയ്തതിനു ശേഷം പുള്ളി വന്ന് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ് ദുരന്തർ പാർട്ട് 1. ദുരന്തറിനും ഉറി സർജിക്കൽ സ്ട്രൈക്കിനും ഇടയിൽ പുള്ളി വേറൊരു സിനിമ ചെയ്തായിരുന്നു. ഡയറക്ഷൻ അല്ല ചെയ്തത്, പുള്ളി തന്നെ എഴുതി, പുള്ളി പ്രൊഡ്യൂസ് ചെയ്ത്, പുള്ളി തന്നെ അതിൻ്റെ സ്ക്രീൻ പ്ലേയും കൈകാര്യം ചെയ്തു. പടത്തിൻ്റെ പേര് ആർട്ടിക്കിൾ 370 എന്നാണ്. ആ സിനിമയും പ്രൊപ്പഗണ്ട എന്ന ഒരു പരാമർശം ലഭിച്ച സിനിമയാണ്. വെറും 20 കോടി ബഡ്ജറ്റിൽ 100 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് വൻ കൊമേഴ്ഷ്യൽ സക്സസ് ആയിരുന്നു. സിനിമയുടെ കഥ ഇത്രയേ ഉള്ളൂ. 2019 ടൈമിൽ കാശ്മീരിൽ ഒരു സ്പെഷ്യൽ റൈറ്റ്സ് ഉണ്ടായിരുന്നല്ലോ, അത് എടുത്ത് കളഞ്ഞായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ സിനിമ. അത് എടുത്ത് കളഞ്ഞത് ഏത് സർക്കാരായിരുന്നു? കേന്ദ്ര സർക്കാരായിരുന്നു. ആ സർക്കാർ ഭരിക്കുമ്പോൾ തന്നെയാണ് ഉറി സർജിക്കൽ സ്ട്രൈക്ക് നടന്നത്. ആ സിനിമയുടെ കഥയും 2016 നമ്മുടെ POK, പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലുള്ള തീവ്രവാദ അധിനിവേശ ക്യാമ്പുകളിൽ നമ്മുടെ സേന അവിടെ പോയി നടത്തിയ ഓപ്പറേഷനാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് നടന്നപ്പോഴും ഏത് സർക്കാരായിരുന്നു ഭരിച്ചിരുന്നത്? സെയിം സർക്കാർ. ദുരന്തർ ഇറങ്ങിയപ്പോഴും ഏത് സർക്കാരാണ് ഭരിക്കുന്നത്? സെയിം കേന്ദ്ര സർക്കാർ. ദുരന്തർ 2 ഇറങ്ങാൻ പോകുമ്പോഴും ഏത് സർക്കാരാണ് ഭരിക്കുന്നത്? സെയിം കേന്ദ്ര സർക്കാർ. അത് അവിടെ ഇരിക്കട്ടെ, വച്ചേക്കാം. ഇനി നമുക്ക് ദുരന്തറിലേക്ക് വരാം. നമ്മുടെ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പാകിസ്ഥാനിൽ നടത്തിയ ചില ഓപ്പറേഷൻസ്, അല്ലെങ്കിൽ ചില നീക്കങ്ങൾ, അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടെടുത്ത സിനിമയാണ് ദുരന്തർ എന്നാണ് ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ആദിത്യ ധാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ നോട്ട് ചെയ്തതാണ്, നിങ്ങളും പ്രത്യേകിച്ച് നോട്ട് ചെയ്തിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാധാരണയായി ബോളിവുഡിൽ ഒരുപാട് സ്പൈ പടങ്ങൾ ഇറങ്ങാറുണ്ട്, ചവർ പോലെ ഇറങ്ങാറുണ്ട്. ടൈഗർ, പത്താൻ, വാർ, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിനകത്തൊക്കെ മെയിനായിട്ടുള്ളൊരു സംഭവമുണ്ട്, നായികയുടെ ഐറ്റം ഡാൻസ്, ബിക്കിനി ഇട്ടുള്ളൊരു ഷോ. അത് മസ്റ്റാണ്. നായകൻ നല്ല മസ്കുലർ ഹെവി ലുക്ക് കിട്ടും പരിപാടിയായിരിക്കും. പിന്നെ ഇവർ തമ്മിൽ വിദേശത്ത് പോയി ടൂർ നടത്തുന്നു, ഡാൻസ് കളിക്കുന്നു, അതുണ്ടാകും. വില്ലൻ കൊടൂരമായിരിക്കും, ലുക്കായിരിക്കും, സ്റ്റൈലിഷ് ആയിരിക്കും. പിന്നെ പാകിസ്ഥാൻ സ്നേഹവും കുറച്ച് സംഭവമൊക്കെ കാണിക്കും. അവർ നമ്മുടെ അളിയന്മാരാണ്, കുഞ്ഞമ്മയുടെ മക്കളാണ്, ആ രീതിയിലൊക്കെ ചിലപ്പോൾ കാണിച്ചെന്ന് വരും. ഇതൊക്കെ ടിപ്പിക്കലായിട്ടുള്ള ബോളിവുഡ് ക്ലീഷേ സ്പൈ പടങ്ങളുടെ ഒരു ഫോർമാറ്റാണ്. അതിനെ മൊത്തം പൊളിച്ചെഴുതി ചവറ്റുകൊട്ടെ വലിച്ചെറിയുന്ന ഒരു പരിപാടിയാണ് ദുരന്തർ ഇറങ്ങിയപ്പോൾ നമ്മൾ കണ്ടത്. കറക്റ്റായിട്ട് റോ ആയിട്ട് പാകിസ്ഥാനികളെ എങ്ങനെ കാണിക്കണം അതേപോലെ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ മിത്രങ്ങളൊന്നും അല്ല, അവർക്ക് നമ്മുടെ നാശം, അതാണ് അവരുടെ ലക്ഷ്യം.
സോ തിരിച്ചു അങ്ങോട്ട് അത്രയേ ഉള്ളൂ. ആ രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ കഥയിലേക്ക് വരാൻ നേരത്ത് നമുക്കറിയാം, പാകിസ്ഥാനിലെ അധോലോകത്തേക്ക് നുഴഞ്ഞു കയറുന്ന ഇന്ത്യൻ സ്പൈ, അതാണല്ലോ ഉദ്ദേശിച്ചേക്കുന്നത്. പിന്നെ അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ കാണിച്ചിട്ടുണ്ട്, ഈ ബോലോച്ച് പാകിസ്ഥാൻ തമ്മിലുള്ള പ്രശ്നങ്ങൾ കാണിച്ചിട്ടുണ്ട്, അവിടുത്തെ അധോലോക നേതാക്കളെ IS യൂസ് ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്, അതിനെതിരെ അവിടുത്തെ പോലീസ് എടുക്കുന്ന ആക്ഷൻസ് കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ നടന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ നല്ല അന്തസ്സായിട്ട് അവിടെ നടന്നതാണ്. അതായത് 2000 മുതൽ 2009 വരെ പാകിസ്ഥാനിലെ കറാച്ചിയിലെ ലയാരി എന്ന് പറയുന്ന ടൗണിനെ വിറപ്പിച്ചിരുന്ന ഒരു അധോലോക നേതാവാണ് നമ്മുടെ അക്ഷയ് ഖന്ന അഥവാ റഹ്മാൻ ദക്കൈത്ത്, റഹ്മാൻ ബോലോച്ച്. പുള്ളിനെ പിടിക്കാനായിട്ട് വന്ന അവിടുത്തെ പോലീസുകാരൻ, അല്ലെങ്കിൽ പുള്ളിക്കെതിരെ നടപടിയെടുത്ത പോലീസുകാരനാണ് സഞ്ജയ് ദത്ത് സിനിമയിൽ റിയലായിട്ട് ചൗധരി അസ്ലാം. ഇതൊക്കെ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സാണ്, അവിടെ ഉള്ളതാണ്. സിനിമ ഇറങ്ങിയ ശേഷം കുറച്ചുകൂടി ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഫുട്ടേജുകളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ കിട്ടും, അതൊക്കെ വൈറലാണ്. ഇവരുടെ ഇടയിലേക്കാണ് ആര് കയറുന്നത്? ഇന്ത്യൻ സ്പൈ ആയിട്ട് നമ്മുടെ രൺവീർ സിംഗ് വന്ന് കയറുന്നത്. അങ്ങനെ കയറിയപ്പോൾ ദുരന്തർ എന്ന് പറയുന്ന സിനിമയായി. ഇതിൽ സത്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ഈ സംഭവങ്ങളൊക്കെ അവിടെ വീണ്ടും വിവാദമായി. അപ്പോൾ ഈ സൽമാൻ അല്ല, റഹ്മാൻ, പേരൊക്കെ ഒരേപോലെ ഇരിക്കുന്നത്, റഹ്മാൻ ദക്കൈദിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ അവിടെ ഒരുപാടുണ്ട് ലയാരിയിൽ. അവർ പറയുന്ന പുള്ളിക്ക് IS ആയിട്ടൊന്നും ബന്ധമില്ല, പുള്ളി ഞങ്ങളുടെ സ്വന്തം ബൊലോച്ച് നേതാവാണ്, പുള്ളി അങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്നാണ്. പക്ഷേ പുള്ളിക്ക് IS ആയിട്ട് ബന്ധമുണ്ടായിരുന്നു, അല്ലെങ്കിൽ വിദേശത്തെ പല ചാരസംഘടനകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നെന്ന് ചൗധരി അസ്ലമിൻ്റെ ടീമിലുള്ള ഒരു പോലീസുകാരൻ ഒരു പോഡ്കാസ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ കുറേയൊക്കെ സത്യം, കുറേയൊക്കെ കള്ളം. പിന്നെ ഈ സിനിമയ്ക്കകത്ത് കാണിച്ചേക്കുന്ന കാണ്ടഹാറിലെ മറ്റേ വിമാനം റാഞ്ചൽ, പാർലമെൻറ്റ് അറ്റാക്ക്, പിന്നെന്തായിരുന്നു നമ്മുടെ മുംബൈ ഭീകരാക്രമണം, ഇതിൻ്റെയൊക്കെ റിയൽ ഫുട്ടേജസ് യൂസ് ചെയ്ത് തന്നെയാണ് കാണിച്ചേക്കുന്നത്. നമ്മളൊക്കെ TV പോലും കണ്ടിട്ടില്ലാത്ത സാധനങ്ങളൊക്കെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇതിൻ്റെ ടീം പറയാതൊരു കാര്യം പറയുന്നുണ്ട്, ഇതിനകത്ത് കാണിക്കുന്നതൊക്കെ സത്യമാണെന്ന്. അപ്പോൾ പറയാതെ അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ഇവിടുത്തെ 500-ൻ്റെയും 1000-ൻ്റെയും നോട്ട് അവിടെ അടിക്കുന്നത് അതിനുവേണ്ടി ഇവിടുത്തെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള ടോക്കുകൾ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ രഹസ്യാന്വേഷണ നമ്മുടെ പുള്ളിയുടെ പേര് അജിത് ഡോവൽ ഉണ്ടല്ലോ, പുള്ളി ആരായിരുന്നു, നമ്മുടെ ഇൻ്റലിജൻസ് ഹെഡ്, അപ്പോൾ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ആ പുള്ളിക്കാരനെ ആ രീതിയിലാണ് നമ്മുടെ ക്യാരക്ടർ വന്നേക്കുന്നത്. മാധവൻ എന്താണ് പറയുന്നത്, ഫ്യൂച്ചറിലേക്കൊരു ഇത് വരുന്നുണ്ട്, വരുമ്പോൾ എല്ലാം റെഡിയാവും. അപ്പോൾ അങ്ങനെ പറഞ്ഞ് മറ്റൊരു പാർട്ടീനെ ബൂസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യമുണ്ട്, കള്ളമുണ്ട്, പ്രൊപ്പഗാണ്ടയുണ്ട്, എല്ലാം ഈ സിനിമയ്ക്കകത്തുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് കൊമേഴ്ഷ്യൽ എൻ്റർടൈനറാണ്. 3.5 മണിക്കൂർ 1 മിനിറ്റ് പോലും ഞാൻ മൊബൈൽ ഫോണിൽ നോക്കിയിട്ടില്ല ഫസ്റ്റ് പാർട്ട് തിയേറ്ററിൽ കണ്ടപ്പോൾ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് മിസ്സാക്കിയവരൊക്കെ ധൈര്യമായിട്ട് സെക്കൻഡ് പാർട്ട് തിയേറ്ററിൽ പോയി കാണുക. ഞാനും പ്രിവ്യൂ ബുക്ക് ചെയ്തിട്ടുണ്ട്. 4 മണിക്കൂർ നമുക്ക് തിയേറ്ററിൽ ഇരുന്ന് ഒരു കൊമേഴ്ഷ്യൽ റൈഡ് ഇങ്ങനെ അങ്ങ് പോകാം. അതിനുശേഷം നമുക്ക് പുറത്തിറങ്ങിയതിന് ശേഷം അതിനകത്ത് പ്രൊപ്പഗണ്ട ഉണ്ടോ ഇല്ലയോ, എത്രമാത്രം ഉണ്ട്, എത്ര അളവിലുണ്ട്, എത്ര മീറ്ററിലുണ്ടെന്ന് പറഞ്ഞാൽ അടുപ്പ് കൂട്ടി വെച്ച് നമുക്കൊരു ചർച്ച അങ്ങ് നടത്താം. അപ്പം ഗൈസ്, പാകിസ്ഥാൻകാർ നമ്മുടെ അളിയന്മാരോ കുഞ്ഞമ്മേറെ മക്കളോ ഒന്നുമല്ല. അവരെ കാണിക്കുന്ന രീതിയിൽ തന്നെ കാണിക്കും. അവന്മാർക്ക് നമ്മുടെ നാശമാണ് ആഗ്രഹമെങ്കിൽ തിരിച്ചു അങ്ങോട്ട് അത് തന്നെ സിനിമയിൽ ബ്രൂട്ടലായിട്ട് എടുത്ത് കാണിച്ചു വെക്കും. അതിനൊന്നും ഇവിടെ കിടന്ന് ആരും കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതേ രീതി തന്നെ കാണിക്കാൻ പറ്റത്തുള്ളൂ ഇതുപോലുള്ള സിനിമകളിൽ പ്രത്യേകിച്ച്. പടം നിങ്ങൾ കണ്ടെങ്കിൽ, ദുരന്തർ ഫസ്റ്റ് പാർട്ട് കണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. സെക്കൻഡ് പാർട്ടിന് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രമാത്രം ആകാംക്ഷയോട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അതും കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. രണ്ടാണെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് ആണ് നമ്മൾ ഇടുന്നത്. കൂടെ കുടിക്കണം. ബൈ.